ആത്മീയ ലോകത്തിലെ ചിന്തകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 10 ഫാക്ട്സ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ്, അതിനെക്കുറിച്ച് 4 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡ് കാണണം. നിങ്ങളുടെ ആത്മാവ് ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അദർശ്യ ആത്മീയ ലോകത്തിലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് പറഞ്ഞിരുന്നു. രണ്ടാമത് പറഞ്ഞ പോയിൻ്റ്, നിങ്ങളുടെ ആത്മാവിനെ അദർശ്യ വേൾഡിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശം സാധിപ്പിക്കാൻ ഭൗതിക ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത്, ഞാൻ ഒരാത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, ഇത് എൻ്റെ ഈ ശരീരത്തിൽ ടെമ്പററി ആയിട്ട് വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 3 പോയിൻ്റുകളാണ് കഴിഞ്ഞ 4 എപ്പിസോഡുകൾ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതിനെ തുടർമാനമായി ഈ ചാനല് മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനൽ കൂടി എല്ലാ ദിവസവും നിങ്ങളുടെ അരികിലേക്ക് ഈ ആത്മീയ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ദിവസങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. 4ാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫിസിക്കൽ റെലം. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, മനുഷ്യന് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതോ നിത്യം എന്ന് പറഞ്ഞാണ് നമ്മൾ 2 കൊരിന്ത്യരിലുള്ള ഭാഗത്തിൽ നിന്ന് നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോഴേ നമ്മൾ വിചാരിക്കും ഇവിടെ കാണുന്ന കാര്യമാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അല്ല, ഇവിടെ കാണുന്ന കാര്യമില്ല. ഈ ലോകത്തിൽ എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് ആത്മീയ ലോകത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മളിവിടെ കാണും. പലർക്കും ഇതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നടത്തിയെടുക്കാനായിട്ടാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പകർന്നു തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ സാത്താൻ്റെ ശക്തിയെ തോൽപ്പിക്കാനാണ്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴത് പറഞ്ഞ കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു, അതിനുശേഷം ദൈവത്തിൻ്റെ പദ്ധതികളെ പിശാച് തകർത്തു. യേശുക്രിസ്തുവിൽ കൂടി ആ പിശാചിൻ്റെ ശക്തികളെ തോൽപ്പിച്ചു. ഇനിയും ആ ഉത്തരവാദിത്വം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ് ഒരു 1000 ആണ്ട് വാഴ്ച യേശുക്രിസ്തു ഭരിക്കുന്ന ഒരു ഭരണവും അത് കഴിഞ്ഞൊരു നിത്യതയും എന്നേക്കും ദൈവത്തിൻ്റെ സന്നിധിയിലെ വിശുദ്ധന്മാർ ചേർന്ന് ജീവിക്കുന്ന ഒരു ആത്മീയ ലോകം. ഇതെല്ലാം ആത്മീയ ലോകമാണ്, ആത്മീയ ലോകം ഉണ്ടാവും എന്നേ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പകർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാത്താൻ്റെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അത് ഉയരത്തിൽ നടക്കുന്ന കാര്യമാണത്, ഈ ഭൂമിയിൽ നടക്കുന്നതല്ല. ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുമ്പോഴാണ് സാത്താൻ്റെ ശക്തിയെ നമ്മൾ തകർക്കുന്നത്. അതിന് വേണ്ടിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തന്ന് സാത്താൻ്റെ ശക്തിയെ തോൽപ്പിക്കുന്നതിനാണ് അഭിഷേകം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന സാത്താൻ്റെ ശക്തിയെ ദൈവം നേരിട്ടല്ല തോൽപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവം ചില വാറുകളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ അറിയാം. നമ്മളത് പഠിക്കുന്നുണ്ട്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിനകത്തുമൊക്കെ വരുമ്പോഴത്തേക്ക് ദൈവം ചില സാത്താനുമായിട്ടൊക്കെ നടത്തുന്നുണ്ട്, എൻഡ് ടൈംസിൽ നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോഴേ ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മളിലൂടെ ഈ വാർ ചെയ്യാനായിട്ടാണ്. സോ ഇതുകൊണ്ട് വാർ ഇൻ ദ സ്പിരിച്വൽ റെലം, ഈ സ്പിരിച്വൽ റെലത്തിലാണ് ഈ വാർ നടക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു എൻറ്റിറ്റിയുമായിട്ടാണ് ഈ യുദ്ധം നടത്തുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കാണാത്തൊരു എൻറ്റിറ്റി, ഇപ്പോൾ കാണുമ്പോൾ മാത്രമല്ലേ നമുക്കൊരു യുദ്ധം എന്നൊക്കെ പറയുമ്പം അപ്പുറത്ത് കുറച്ച് പട്ടാളക്കാർ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് എനിമീസ് നിൽക്കുന്നു, അവരെ നമ്മൾ കൊല്ലുന്നു അല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ കാണാത്ത ചില കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ വാർ ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ വിചാരിക്കുന്നത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ വീശുകയാണോ, കൈ വീശുകയാണോ എന്നൊക്കെ ചിന്തിക്കും. അല്ല, നമ്മൾ ആത്മീയമായിട്ടുള്ള ചില ഉപകരണങ്ങൾ അല്ലെങ്കിൽ വെപ്പൺസ്, ആർമർ ധരിച്ചുകൊണ്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. അതിനാണ് ഹിസ് അനോയിൻറ്റിങ് ഈസ് ഗിവൺ. ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് തന്നിരിക്കുന്നത് ആ പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുവാനാണ്. അഭിഷേകം നമുക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോഴേ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? യു ആർ നോട്ട് സീക്കിംഗ് ഫോർ ദ പർപ്പസ്. അല്ലെങ്കിൽ നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന പർപ്പസിൽ ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
ബൈബിളിലെ യെശയ്യാപ്രവചനത്തിൽ പറയുന്ന അഭിഷേകമാണ് നുകത്തെ തകർക്കുന്നത് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് മാത്രമേ ഈ സാത്താൻ്റെ നുകത്തെ തകർക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഹോണർ ചെയ്യുകയാണ്. സാത്താനെ നമ്മൾ തകർക്കുമ്പോൾ ദൈവത്തെ ഹോണർ ചെയ്യുകയാണ്. യെശയ്യാപ്രവചനം 43:7 എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിർമ്മിച്ച് സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് നമ്മളിലൂടെ ഗോഡ് ഹാസ് ഹോണേർഡ് us, നമ്മളിലൂടെയാണ് യുദ്ധം ചെയ്യേണ്ടത്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കൂട്ടുവേലക്കാരാണ്. വി ആർ കോവർക്കേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ പർപ്പസ്. ദൈവം നമ്മളെ സൃഷ്ടിച്ച പർപ്പസുമായിട്ട് കണക്ട് ചെയ്താണ്. യുദ്ധം നമ്മളല്ല ചെയ്യുന്നത്. നമ്മൾ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളല്ല ചെയ്യുന്നത്. ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവം തന്നിരിക്കുന്ന ഈ ആർമർ നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രം മതി. ആത്മീയ യുദ്ധം ആത്മീയ തലത്തിൽ നടക്കും. അന്നേരം ദൈവത്തിന് താല്പര്യമില്ലാത്ത ഒരു യുദ്ധവും നമ്മളാൽ ചെയ്യാൻ പോകരുത്. അതുകൊണ്ട് അങ്ങനെയുണ്ട്. നമ്മളൊരു യുദ്ധം ചെയ്യുമ്പോൾ എന്ത് യുദ്ധമാണ് ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്നാണ് മനസ്സിലാക്കണം. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ആത്മീയ യുദ്ധമാണ്. നിൻ്റെ കഴിവിനൊന്നും പ്രത്യേകിച്ച് യാതൊരു വാല്യൂ ഇല്ല. നിനക്ക് മഹത്വം ഉണ്ടാകാനായിട്ട് നീ യുദ്ധം ചെയ്താൽ പോയാൽ അത് ഒരു ഫെയിലായി പോവും. അതുകൊണ്ടാണ് ഈ നാളുകളിൽ ഒരു എൻഡ് ടൈം റിവൈവലിന് ആയിട്ട് ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളെ അതിനുവേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ എൻഡ് ടൈം റിവൈവലിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ ദൈവത്തോടെ എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെങ്കിലും ഈ ലോകത്തിൽ വന്ന് കുറച്ച് നാൾ ജീവിച്ച് മരിച്ച് അങ്ങ് പോകുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഹ്യൂമാനിറ്റിക്ക് തന്നെ ഒരു നഷ്ടം ആണത്. ഒരു ഡെത്ത് ടു ഹ്യൂമാനിറ്റി എന്നാണ്. നമ്മൾ ഈ ലോകത്തിലുള്ള ഈ സിവിലൈസേഷനിലും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ജനങ്ങളിലുമൊക്കെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവരെ ഒരു ഇമ്മോർട്ടാലിറ്റിയിലേക്ക് നടത്താനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ക്രിയേറ്റഡ് അസ് ടു ലിവ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോഡ് ഡിഡ് നോട്ട് മാൻ ടു ഡൈ. നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ് അതാണ് എനിക്ക് പറയുന്നുള്ളത്. നമ്മളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് എന്താണ്? എഫേസ്യർ 2:10-11 നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ ഒരുക്കിയിരിക്കുന്നു. അപ്പോഴേ ദൈവം നാം അവൻ്റെ കൈപ്പണിയായ സൽപ്രവൃത്തിക്കായിട്ട് ദൈവം മുന്നൊരുക്കി വച്ചിരിക്കുകയാണ്. നമുക്ക് ദൈവം മുന്നൊരുക്കിയിരിക്കുക എന്താണ്? അവൻ്റെ സൽപ്രവൃത്തിക്കായിട്ട് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് എന്തു വേണ്ടിയാണ് സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ജനങ്ങൾ എല്ലാവരും കർത്താവിനെ അറിയുന്ന ഒരു സൽപ്രവൃത്തി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന സൽപ്രവൃത്തി. കർത്താവിനെ അറിയണം. എന്ത് പർപ്പസിനാണ്? അതാണ് 5ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ ഒറിജിനൽ പ്ലാൻ ഓഫ് മാൻ ഈസ് ഇമ്മോർട്ടൽ. നേരത്തെ പറഞ്ഞു, ദൈവം അവനെ സൃഷ്ടിച്ചത് ജീവിക്കാനായിട്ടാണ്, എറ്റേണൽ ലൈഫിലേക്കാണ്. എന്നാൽ മനുഷ്യൻ എന്നും ദൈവത്തോട് വസിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചിട്ട് മോർട്ടാലിറ്റി അവൻ്റെ ഉള്ളിലേക്ക് കടന്നു, പാപം. ഇനിയും അടുത്ത പ്രാക്ടിക്കൽ എപ്പിസോഡിലൊക്കെ നമ്മൾ സംസാരിക്കുകയും മോർട്ടാലിറ്റി എങ്ങനെയാണ് നമ്മൾ ഇമ്മോർട്ടലായി തീരുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിക്കും. സോ ഒറിജിനൽ പ്ലാൻ ഓഫ് ദ മാൻ ഈസ് ഇമ്മോർട്ടൽ. അവൻ നശിക്കാൻ വേണ്ടിയല്ല. സോ എന്താണ് കാരണം? ദ ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻ ഓഫ് ഗോഡ് ഈസ് മാൻ. ഏറ്റവും പ്രധാനപ്പെട്ട മകുടമായി ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയാണ്. ഈ മനുഷ്യനെയാണ് പിശാച് വന്ന് ഡിസീവ് ചെയ്ത് പാപം ഉള്ളിലേക്ക് കയറ്റിയത്. പാപം ഉള്ളിലേക്ക് വന്ന് കയറിയതോടുകൂടി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മരണവും അതിനോടൊപ്പം വന്നു. റോമർ 5:12 നമ്മൾ റോമർ എഴുതിയ ലേഖനം പഠിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞതാണ്, ഒരു മനുഷ്യനാൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ
പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്താൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇമ്മോർട്ടലായ നമ്മൾ പാപത്താൽ മോർട്ടലായി തീർന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഒറിജിനൽ പ്ലാൻ ഓഫ് മാൻ ഈസ് ഇമ്മോർട്ടൽ. ഇതാണ് 5ാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒറിജിനൽ പ്ലാൻ ഓഫ് മാൻ ഈസ് ഇമ്മോർട്ടൽ. അതുകൊണ്ട് ദൈവം നമ്മളെ ഇമ്മോർട്ടലാക്കി സൃഷ്ടിച്ച മനുഷ്യൻ പാപത്താൽ നമ്മൾ മരണത്തെ വെൽക്കം ചെയ്തു. റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളത്. അതുകൊണ്ട് എന്താ, ഈ പാപം നമ്മൾ മരണം വന്നെങ്കിലും ദൈവം നമ്മളെ അങ്ങനെ മരിച്ച് ഇട്ട അവസ്ഥയിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അവിടെ ഗോഡ് ഹാസ് എ അനദർ പ്ലാൻ ഓഫ് റിസറക്ഷൻ. നമുക്കൊരു റിസറക്ഷൻ അല്ലെങ്കിൽ ഒരു പുനരുത്ഥാനം ദൈവം തന്നിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം, ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും, എന്നെ വീണ്ടെടുക്കുന്ന ആരാ? ദൈവം. ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. അവിടെ തന്നെ ഒരു റിസറക്ഷൻ ഇയ്യോബ് കാണുന്നതായിട്ട് നമ്മളെ കാണുന്നു. നമുക്കൊരു റിസറക്ഷൻ ഉണ്ട്. എൻ്റെ ത്വക്ക് നശിച്ചാലും ഞാൻ ദേഹമില്ലാത്തവനായി ദൈവത്തെ കാണുന്നാൽ ആത്മാവ് ഇമ്മോർട്ടലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ഇയ്യോബ് പറയുന്നത് അതാണ്. ദൈവം ഇമ്മോർട്ടലായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മരണം വന്നു, നിത്യമായിട്ടുള്ളൊരു മരണം അവനിലേക്ക് വന്നു. എന്നാൽ അതിൽ നിന്നും അവനൊരു റിസറക്ഷനുണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യെശയ്യാവ് 26:19 നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. ഇവിടെയും പറയുന്ന ഒരു കാര്യം, ഗോഡ് ഹാസ് എ പ്ലാൻ ഓഫ് റിസറക്ഷൻ. അതുകൊണ്ട് ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ശക്തി ഇല്ലാതെയായിട്ട് അവിടെ എറ്റേണലായിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാൻ നടക്കുകയാണ്. ദ ഒറിജിനൽ പ്ലാൻ ഓഫ് മാൻ ആസ് ഇമ്മോർട്ടൽ എന്നുള്ള ഒരു കാര്യം അത് പ്രത്യേകം ശ്രദ്ധേയമായി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ഈസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫിസിക്കൽ വേൾഡ്. ഈ ഭൂമിയിൽ എന്ത് കാര്യം നടന്നാലും, എന്ത് കാര്യം, രാഷ്ട്രത്തിൻ്റെ കാര്യമായാലും വ്യക്തികളുടെ കാര്യമായാലും കമ്മ്യൂണിറ്റിയുടെ കാര്യമായാലും എന്ത് കാര്യം നടന്നാലും അതിനു മുമ്പ് അത് സ്പിരിച്വൽ തലത്തിലെ ഒരു എക്സിക്യൂഷൻ നടന്നതിന് ശേഷം മാത്രമേ ഈ ഭൂമിയിൽ അത് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ ഇവിടെ നടക്കുന്നുള്ളൂ. കാരണം ദൈവത്തിന് എല്ലാം നേരത്തെ തന്നെ നടന്നത്. ഈ ടൈം ഫാക്ടർ ഇല്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രോണോസ് ടൈമിങ്ങിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത് ഈ ഭൂമിയിൽ നടക്കും എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത് ഇമ്മോർട്ടലായിട്ടുള്ളൊരു ബീയിങ് ആയിട്ടാണ്, മോർട്ടലല്ല. എന്നാൽ പാപം വന്നുകൊണ്ടാണ് അവൻ മോർട്ടലായി തീർന്നത്. എന്നാൽ അതിൽ നിന്നും അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതും നമ്മളെ ചിന്തിക്കാം. നമ്മൾ ഈ 5 പോയിന്റുകളോളം നമ്മൾ പറഞ്ഞു. ഇനി ഏകദേശം 5 പോയിന്റൂടെ പറയുമ്പോഴേ ഈ സ്പിരിച്വൽ വേൾഡിലുള്ള ഫാക്ട്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ആത്മീയ തലത്തിൽ നമ്മൾ കയറി നമുക്ക് വലിയൊരു ഡെലിവറൻസ് വരാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്ന് പല കാര്യങ്ങൾ ഒരു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ തടസ്സപ്പെടുന്നു, ഡിലേയ്സ്, പല നെഗറ്റീവ്സ്, പല കാര്യങ്ങൾ പിശാച് നമ്മുടെ ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ കൂടി നടത്താതിരിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിക്കും, നമ്മളെ പുറത്തു കൊണ്ടുവരും. നമ്മളെ ഈ പഠനങ്ങൾ, ഈ അറിവ്, അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജനം അറിവില്ലാതെ നശിച്ചു പോകരുത്. അതുകൊണ്ട് ബൈബിളിൽ പറയുന്ന ചില അറിവുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടുകയും അതിൽ കൂടി നമുക്ക് വലിയൊരു ഡെലിവറൻസ് തരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വലിയ പരിജ്ഞാനത്താൽ നിറയുവാനായി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണല്ലോ ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ സ്വർഗീയമായിട്ട് ഉള്ള കാര്യങ്ങളെ നേരത്തെ മനസ്സിലാക്കി അത് കർത്താവേ ഞങ്ങളുടെ ഫേവറായിട്ട് എക്സിക്യൂട്ട്
ചെയ്യപ്പെടുവാൻ കർത്താവെ നീ ഞങ്ങളെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾക്ക് കഴിയും എന്നുള്ളത് കർത്താവെ നിൻ്റെ വചനത്തിലുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനും നശിച്ചു പോകാനും ഉള്ളവരല്ല. ഞങ്ങളിതിൻ്റെ സൃഷ്ടിയാണ്. വി ആർ സൺസ് ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്ത ഈ ദിവസങ്ങളിൽ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വചനം അനുസരിച്ച്, നിൻ്റെ പ്രമാണമനുസരിച്ച്, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ജീവിച്ച് കർത്താവെ ഞങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കുന്ന അനുഭവത്തിൽ വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളിത് തുടർമാനമായി വാച്ച് ചെയ്യുക. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിലെ ചില ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ ആ നമ്പറിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ലൈവ് മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം ഒരുക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.